Hello dear friends, welcome back to our channel. ഇന്നൊരു ബ്രെഡ് കട്ട്ലറ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേനും നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണ് ഇത് കേട്ടോ. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് 3 പുഴുങ്ങിയ ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുണ്ട്, 1 കപ്പ് ക്യാരറ്റ്, 1/2 കപ്പ് ഗ്രീൻ പീസ് വേവിച്ചതാണ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മസാലപ്പൊടി. ഇതൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. പിന്നെ വേണ്ടത് ഒരു 1/4 കപ്പ് ബ്രെഡ് പൊടിയാണ്. ബ്രെഡ് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തതാണിത്. പിന്നെ വേണ്ടത് ഒരു 3 സ്ലൈസ് ബ്രെഡ്. ഇത്രയാണ് ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുക നോക്കാം. ഞാനിവിടെ ഉരുളൻകിഴങ്ങൊന്ന് ഉടച്ചെടുക്കുകയാണ്. ഇത് നമുക്കൊരു ബൗളിലേക്ക് ഇടാം. ഗ്രീൻ പീസും നമുക്കൊന്ന് ഉടച്ചെടുക്കണം. നന്നായിട്ട് ഉടഞ്ഞ് കിട്ടണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അത് കൈ കൊണ്ട് ആക്കിയാൽ തന്നെ അതങ്ങനെ ക്രഷ് ആയിക്കോളും. ഇത് കട്ട്ലറ്റിൽ നല്ലൊരു ടേസ്റ്റാണ് ഈ ഗ്രീൻ പീസ്. അതിനുശേഷം നമുക്ക് പൊടികളെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കണം. ഇനി വേണ്ടത് നേരത്തെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ബ്രെഡാണ്. ഇതൊന്ന് വെള്ളത്തിലിട്ട് വയ്ക്കുക. ജസ്റ്റ് ഒന്ന് വെള്ളത്തിലിട്ടിട്ട് അതൊന്ന് പിഴിഞ്ഞെടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് വെള്ളം പിഴിഞ്ഞ് കളഞ്ഞിട്ട് വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട്. അല്ലെങ്കിൽ ഈ കട്ട്ലറ്റിൻ്റെ മാവാകെ ലൂസായി പോവും. അപ്പം അങ്ങനെ ചെയ്യരുത്. നന്നായിട്ട് ബ്രെഡിലത്തെ വെള്ളം മുഴുവൻ പിഴിഞ്ഞ് കളയണം. ഇനി ഇത് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ കട്ട്ലറ്റിനുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിതൊന്ന് പൊരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഈ മാവിൽ നിന്ന് കുറേശ്ശെ എടുക്കുക. എന്നിട്ട് കയ്യിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഷേപ്പിൽ വേണമെങ്കിൽ പരത്തിയെടുക്കാം. ഞാൻ ഇവിടെ റൗണ്ട് ഷേപ്പിൽ തന്നെയാണ് ഒന്ന് കയ്യിലിട്ടിട്ടൊന്ന് അമർത്തിയെടുക്കുന്നത്. എന്നിട്ട് ഈ ബ്രെഡ് പൊടിയിലൊന്ന് മുക്കിയിട്ട് മാറ്റി വയ്ക്കാം. എല്ലാ മാവും ഞാനിതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ബ്രെഡ് പൊടിയിൽ മുക്കിയിട്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വറുത്തെടുക്കണം. ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായി ചൂടായതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ളത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ ഇത്, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോവും. ഇതിൻ്റെ പുറത്തുള്ള ബ്രെഡ് ക്രംസ് ഒക്കെ കരിഞ്ഞു പോവും. 2 ഭാഗം നന്നായിട്ടൊന്ന് മൊരിയിപ്പിച്ചെടുക്കുക. ഇതിൻ്റെ ഉള്ളിലത്തെ ഒന്നും വേവാനില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളർ ആയതിനു ശേഷം നമുക്ക് എടുത്ത് മാറ്റാം. അധികം മൊരിയിപ്പിക്കാൻ നിൽക്കരുത്, കാരണം ഉള്ളിലത്തെ എല്ലാം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ളതാണ്. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി ഓയിൽ ഇഷ്ടമില്ലാത്തവർ ദോശക്കല്ലിൽ ജസ്റ്റ് ഒന്ന് ചുട്ടെടുത്താലും മതി, കാരണം ഉള്ളിലത്തെയൊക്കെ നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻസ് അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയും പുതിയ വീഡിയോസായിട്ട് ഇനിയും കാണാം കേട്ടോ. താങ്ക് യു.